കൃഷ്ണ വിളിച്ചിരുന്നു. ലാൽ, അപ്പോൾ കൊച്ചിയിലെ അവസ്ഥ ഇപ്പോൾ ഇടയ്ക്ക് രാത്രി കറണ്ട് പോകുന്നുണ്ട്. കറണ്ട് പോകുമ്പോഴത്തേക്ക് ഒരു നിവൃത്തിയില്ല. രാത്രി കിടക്കാൻ പറ്റുമോ അതില്ല. ജനൽ തുറന്നിട്ട് ആ കൊതുകെല്ലാം അവിടെ ഇരച്ചു കയറി വരും. അങ്ങനെ ആകെ കാളരാത്രി എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി രാത്രികൾ കൂടി കൊച്ചിക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി മാത്രമല്ല, എല്ലായിടത്തെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. കൊടുംചൂട്. ഇവിടെയും ഏതെങ്കിലും തരത്തിൽ ഒരു 10 തുള്ളി മഴ വീഴാൻ ഇടയുണ്ടോ? ലാൽ, മോർണിംഗ്. അപ്പോൾ ലാൽ പറയും ഞാനാണ് കാലാവസ്ഥാ പ്രവചനം. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. നമ്മുടെ നാട്ടിലെ നാടോടിക്കാറ്റ് സിനിമയിൽ ശരിക്കും തിലകം പറയുന്ന ഡയലോഗാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഈശ്വര എന്ന് പറയുന്ന പോലെയാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല, പുറത്തിറങ്ങി ഒടുക്കത്തെ ചൂട്, അകത്തിരിക്കാന്ന് വെച്ചാൽ കറണ്ടും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടിൻ്റെ ഇടയിൽ നിന്നാൽ പാമ്പ് കടിക്കുമോ എന്നുള്ള പേടിയും വേറെയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ മലയാളി പെട്ടുകിടക്കുന്നൊരവസ്ഥയിലാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് സത്യാവസ്ഥ. ചൂട് കൂടിക്കൂടി വരുന്നു എന്നുള്ളതല്ലാണ്ട് ഇത് കുറയുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. രാത്രി എങ്ങനെ ഒരു മഴ പെയ്യുമെന്ന് വിചാരിച്ചാൽ മഴ പെയ്താൽ പെയ്തു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ ചൂട് കൂടി വരുന്ന കാരണം നമുക്ക് അകത്തിരിക്കാനും പുറത്തിരിക്കാനും പറ്റാത്തൊരവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഓഫീസിനകത്ത് പോലും ഇരിക്കാൻ പറ്റാത്ത സ്ഥിതി പലപ്പോഴും ഉണ്ട്. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് കോട്ടയത്തും തൃശ്ശൂരും ചൂട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ തൃശ്ശൂർ പോയപ്പോൾ ആ ചൂടിൻ്റെ ഒരു കാഠിന്യമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതുപോലെ വലിയ രീതിയിലുള്ള ചൂട് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. കുറച്ച് ആശ്വാസം എന്ന് പറയുന്നത് സത്യത്തിൽ ഇടുക്കിയിലാണ്. പക്ഷേ ഇടുക്കിയിലൊരു പ്രശ്നം എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് കിരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിലാണ് അൾട്രാ വയലറ്റ് കിരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ളവർക്കും ആശ്വാസം എന്ന് പറയുമ്പോൾ ഒരു പുഴുങ്ങലാണ് സത്യത്തിൽ ഇടുക്കി ജില്ലയിലൂടെ യാത്ര ചെയ്യുമ്പോഴടക്കം ഉണ്ടാകുന്നത്. മറ്റു ജില്ലകളിലും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതങ്ങ് വേർത്ത് പോവുകയല്ല, നേരെ മറിച്ച് നമ്മളെ എന്നൊരു വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ്. മാനസികാവസ്ഥയിലും ശാരീരിക അവസ്ഥയിലും അങ്ങനെ തന്നെ പോവുകയാണ്. പലപ്പോഴും വേർത്ത് പോകുന്നുണ്ട്. നഗരത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എറണാകുളം ജില്ലയിൽ ഈ ചൂടിന് കുറവൊന്നുമില്ല. 37 ഡിഗ്രിക്ക് തൊട്ട് താഴെ 36 ഡിഗ്രി വരെ എത്തുന്നുണ്ട് ചൂട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ചില സമയത്ത് അതും കൂടുന്നുണ്ട്. നിർജ്ജലീകരണം അടക്കമുള്ള പ്രശ്നങ്ങളും സൂര്യതാപമേറ്റ് ആളുകൾക്ക് പരിക്കേൽക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങളും ഇപ്പോഴും കൂടുതലുണ്ട്. കിഴക്കൻ മേഖലകളിലടക്കം ഈ പ്രശ്നം നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കുക. പക്ഷേ ഈ മഴ അടക്കമുള്ള കാര്യങ്ങൾക്ക് അടുത്ത സാധ്യതകളൊന്നുമില്ല എന്നുള്ളത് പറയുന്നുണ്ട്. എന്നാൽ പോലും ഇന്നലെയൊക്കെ കിഴക്കൻ മേഖലയിൽ എറണാകുളം ജില്ലയുടെ ഞാൻ വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് കിഴക്കൻ മേഖലയിലൊക്കെ ചെറിയ തോതിലുള്ളൊരു മഴ പെയ്തു. ആ മഴ പെയ്തപ്പോൾ ചൂട് പിന്നെയും കൂടി എന്നുള്ളതാണ് അതുകൊണ്ട് ആകെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ആശ്വാസം കിട്ടുന്ന രീതിയിലൊന്നും ഉണ്ടായില്ല. വരും മണിക്കൂറുകളിലും കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയുന്നത്. സൂര്യൻ്റെ ചൂട് കൂടിക്കൂടി വരുന്നത് കൊണ്ട് കൂടുതൽ ജാഗ്രത പാലിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.